നടന്ന ലോക ട്രാൻസ്പ്ലാന്റ് ഗെയിമിൽ സ്വർണ്ണ മെഡൽ നേടിയ മിഥുൻ അശോകാണ് മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നത്. 2 തവണ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മിഥുൻ ഇന്നിപ്പോൾ രാജ്യത്തിന് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ്. ഡാർട്സ് എന്ന ഇവൻറ്റിൽ ആണ് ഗോൾഡ് മെഡൽ നേടിയത്. ഡാർട്സ് സിംഗിൾസ് എന്ന കാറ്റഗറിയിൽ വലിയ സന്തോഷമുണ്ട്. രാജ്യത്തിൻ്റെ ഫ്ലാഗ് അവിടെ പിടിക്കാൻ പറ്റിയതിലും ഹോം ഗ്രൗണ്ടിൽ ജർമ്മനിയെയാണ് ഫൈനലിൽ ഞാൻ തോൽപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തി നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി കാണുന്നു. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടും നമ്മൾ എത്രത്തോളം ആക്റ്റീവായിരിക്കണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസും ആക്റ്റീവായി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനുമാണ് ഈ മെഡൽ. വളരെ സന്തോഷമുണ്ട്. മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഗെയിമാണ് ഡാർട്ട്. എങ്ങനെയാണ് മിഥുൻ ഡാർട്ട് തിരഞ്ഞെടുക്കുന്നതും അതിലേക്ക് എത്തുന്നതും? ഡാർട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എല്ലാ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ എല്ലാവർക്കും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് വളരെ ഹെവി ഡോസ് മെഡിസിൻസ്. എനിക്കും ഉണ്ടായിരുന്നു. സ്റ്റിറോയിഡ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിറോയിഡും ആൻറ്റി റിജക്ഷൻ മെഡിസിൻസ് എല്ലാം കൈക്ക് വളരെയധികം വിറയലുണ്ടാക്കും. അത് നമ്മൾ സർജറി കഴിഞ്ഞിട്ടും നമ്മൾ റിക്കവറി സ്റ്റേജിൽ എന്നെയൊക്കെ അത് വളരെയധികം ബാധിക്കും. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കയ്യിലെടുക്കാനൊരു പേടി വരും. എൻ്റെ ഒരു ഗ്ലാസ് വെള്ളം, ജഗ്ഗിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റാതെ വരുന്നു ഭയങ്കര വിറയൽ കാരണം. അത് പിന്നെ പേന പിടിച്ചൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ഓഫീസിൽ പോയാൽ എനിക്കൊന്നും ജോലി ചെയ്യാൻ പറ്റത്തില്ല വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേടിപ്പിക്കും. സർജറി എല്ലാം കഴിഞ്ഞിട്ടും ഇതെല്ലാം ഇങ്ങനെയാണല്ലോ എന്ന് തോന്നിക്കുന്നു. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെല്ലാം പറ്റും എന്ന് നോക്കി വായിച്ച് പഠിച്ച് നെറ്റിലൊക്കെ നോക്കിയതിന് ശേഷമാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ, ബ്രെയിനും കൈകളും ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ എക്സസൈസ് ചെയ്താൽ, കൂടുതൽ കളികൾ കളിക്കാൻ പറ്റിയാൽ ഇതെല്ലാം കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു. നമുക്ക് ബ്രെയിന് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും കൈകളിലേക്ക്. അപ്പോൾ അതിൻ്റെ നല്ല കളികളാണ്. ടേബിൾ ടെന്നീസ് കളിക്കാം, കണ്ണ് ഉപയോഗിക്കാം. ആർച്ചറി, ഷൂട്ടിംഗ്, ഉന്നവും കൈയും കണ്ണും തലച്ചോറും ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടും ഫോക്കസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു കളിയാണ് ഡാർട്സ്. എനിക്ക് കളിച്ചു തുടങ്ങി വളരെ ഇഷ്ടപ്പെട്ടു, കളി കൊണ്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഇത് എന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ സ്റ്റാൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കളിച്ച് ഇഷ്ടപ്പെട്ട് വന്നാണ് ഞാൻ ഡാർട്സ് ചൂസ് ചെയ്തത്. അതിപ്പോൾ ഒരു ഗോൾഡ് മെഡൽ വന്ന് നിൽക്കുന്നത് വളരെ സന്തോഷം. ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് നടത്തുന്ന രീതി തന്നെ വളരെ പ്രത്യേകതയാണ്. നമ്മൾ പരേഡ് ഓഫ് നേഷൻസ്, ഞാൻ ഒളിമ്പിക്സ് ടി വി കാണുമ്പോൾ മാത്രം കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങൾ അവരുടെ കൊടി പിടിച്ച് പരേഡ് നടത്തി ഗ്രൗണ്ടിലെത്തുക, അതിലൊക്കെ പങ്കാളിയാവുക, നമ്മൾ ആ ഫ്ലാഗിൻ്റെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ ഓരോ ടീമിനും വലിയ ടീമുകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ടീം ഏകദേശം 300 പേരോളം ഉണ്ടായിരുന്നു. ഹംഗറി ടീം 200 പേരുണ്ട്. ചൈനയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയയിൽ നിന്ന് ടീമുണ്ട്. അവിടെ എല്ലാവരും വന്ന് നമ്മൾ പരിചയപ്പെടും. കാരണം അവരും ഇതേ രീതികളിലൂടെ കടന്നു പോയവരാണ്. ഓസ്ട്രേലിയൻ ടീമിന് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഒരാൾ ഓസ്ട്രേലിയൻ ടീമിൽ ഒരു വളരെ പ്രായമുള്ളൊരു 75 വയസ്സുള്ള ഒരു പുള്ളിയാണ് എന്നോട് സംസാരിച്ചത്. പുള്ളി വന്ന് അവർക്ക് ഇന്ത്യയെ അറിയാം, കേരളത്തെ പറ്റി വളരെ നന്നായിട്ട് അറിയാം. കാരണം ഒരുപാട് സ്റ്റോറികളുണ്ട് അത് പറയാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനവിടെ കണ്ടതാണ് സ്വിമ്മിങ് ടീമിൽ ഒരു കനേഡിയൻ കുട്ടിക്ക് വേണ്ടി ഒരു USA ലേഡി ചീറപ്പ് ചെയ്യുന്നു. സാധാരണ അങ്ങനെ കാണാറില്ല. നമ്മൾ സ്വന്തം ടീമിന് വേണ്ടി മാത്രമേ ചെയ്യാറുള്ളൂ. ഞങ്ങളതിന് കാരണം അന്വേഷിച്ചപ്പോൾ ഈ USA ആ അമ്മയുടെ കുഞ്ഞ് 18 മാസം 16 മാസം ഉണ്ടായിരുന്നപ്പോൾ മരിച്ചു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് കനഡയിലുള്ള ഈ കുട്ടിക്കാണ്. അപ്പോൾ ഇവർ അതിന് വേണ്ടി ഈ കൊച്ച് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് USA നിന്ന് ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്നു. എന്തൊക്കെ സ്റ്റോറികളാണ് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. 79-80 വയസ്സുള്ള ആൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 30-35 വർഷം കഴിഞ്ഞ ആൾക്കാർ അവിടെ 1500 മീറ്റർ റണ്ണിങ് റേസിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് മെഡലൊന്നും കിട്ടില്ല, പക്ഷെ അവർ മെഡൽ കിട്ടിയ പോലെയാണ്. അവർ കംപ്ലീറ്റ് ചെയ്യാൻ കാണിക്കുന്നതും അവിടെ വരാൻ കാണിക്കുന്നതും മനസ്സ് തന്നെ എന്തുമാത്രം സ്ട്രെങ്ത്താണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത്. 2 തവണയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായിട്ടുള്ളത്. 2ാം തവണ നൽകിയത് സഹോദരിയാണ്. ആ ജേണി എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ഫെയിലാവുന്ന ഒരു ന്യൂമോണിയ വന്നപ്പോഴാണ്. കോവിഡിന് മുന്നേ ആയിട്ടൊരു ന്യൂമോണിയ വന്നു. പിന്നെ അതിന് വലിയ രീതിയിൽ ആൻറ്റിബയോട്ടിക്സുകളൊക്കെ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വന്നു. അത് എൻ്റെ കിഡ്നിയെ അത് ബാധിച്ചു. അങ്ങനെ അത് ഫെയിലായി. പിന്നെ വീണ്ടും ഡയാലിസിസിലേക്ക് പോയി. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് തയ്യാറായി വന്നത്. അവൾ മാത്രമല്ല, അവളും അവളുടെ ഹസ്ബൻഡും അവളുടെ കുഞ്ഞും, എൻ്റെ കുഞ്ഞും അവളുടെ കുഞ്ഞിനുമൊക്കെ ഒരേ പ്രായമാണ്. അപ്പോൾ അവളുടെ കുഞ്ഞുമൊക്കെ അവരുടെ എല്ലാ സഹകരണം ഉള്ളത് കൊണ്ടാണ് 2ാമതൊരു ട്രാൻസ്പ്ലാന്റിലേക്ക് ഞാൻ ആലോചിച്ച് തുടങ്ങുന്നതും
അവർ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതും ഒരുപാട് സന്തോഷം. അവളുടെ കുടുംബത്തിനോടൊക്കെ ഒരുപാട് നന്ദി അറിയിക്കാതിരിക്കാൻ പറ്റില്ല. സന്തോഷം. താങ്ക് യു. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകൾക്കും സാധാരണ അല്ലെങ്കിൽ സാധാരണയിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുമെന്ന ഒരു സന്ദേശം കൂടിയാണ് തിരുവനന്തപുരം സ്വദേശിയായ മിഥുൻ അശോക് നൽകുന്നത്. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലക്കൊപ്പം സുഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.